നമ്മൾ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ കുക്കിംഗ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നൊക്കെ പറയും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഒട്ടും വയ്യാന്ന് തോന്നുന്ന സമയങ്ങളിൽ കുക്കിംഗ് ഭയങ്കര ഹാർഡായിട്ടും ഫീൽ ചെയ്യുമല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റമദാന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുകയാണ് കേട്ടോ. ഇതിപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലോട്ട് ഫോൺ വിളിക്കുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക്കും കാര്യങ്ങളൊക്കെ പീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് എല്ലാം മുമ്പിലുണ്ടാകുമ്പോൾ നമുക്ക് ഈസിയല്ലേ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ആദ്യത്തിലും ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ ഏകദേശം ഒരു 7 ഡേയ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കേട് വരുന്നതായിട്ടും അതായത് ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വഴുവഴുപ്പ് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മതി കേട്ടോ. ഞാനിത് കൂടുതലും ചെയ്ത് വെക്കാറുള്ളത് മക്കളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ടൊക്കെ കോൾ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പണിയല്ലേ. അതെല്ലാം നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടാണ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര അതായത് സമയം ഇത് ഉണ്ടാക്കാനായിട്ട് ഇതിങ്ങനെ തൊലി കളയാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം പോകില്ലേ. അപ്പോൾ കുക്കിങ്ങിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതെല്ലാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ഞാനിതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കാറുള്ളത്. ആദ്യത്തിലൊക്കെ ഞാൻ ചെയ്ത് വെക്കുമ്പോൾ ഒരു 6 ദിവസം 7 ദിവസം ആകുമ്പോഴേക്കും തീരും കുറച്ചാണ് ചെയ്ത് വെക്കുക, എന്നാലും ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊന്നും കൂടെ പറയുന്നതാണ്. എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പീൽ ചെയ്ത് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ്ട് വേഗം ഇട്ട് കൊടുക്കാമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ക്ലീൻ ചെയ്യുമ്പോൾ അരമണിക്കൂർ മഞ്ഞളും സുക്കൊക്കെ ഇട്ടിട്ട് കഴുകി നമ്മൾ കുറേ നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനൊരു 3-4 തവണ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ സുർക്ക് ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മഞ്ഞക്കളവും കാര്യങ്ങളും വരുന്നു വിചാരിച്ചിട്ട് ഇതിൽ മഞ്ഞളിട്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു 4-5 തവണ ക്ലീൻ ചെയ്തിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ തന്നെ ഇത് വേണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എപ്പോഴും ചെയ്ത് വെക്കാറുള്ള ഒരു കാര്യമാണ് ജിഞ്ചർ ഗാർലിക്കൊക്കെ പേസ്റ്റ് ആക്കി വെക്കും, കുറേ ദിവസത്തിനൊക്കെ വെക്കും. ഞാനിവിടെ ദുബായിലോട്ടൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ എനിക്ക് ആക്കി തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഫിഷൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് ആ ഒരു മസാല വേഗം അങ്ങ് പറ്റിക്കെടുത്താൽ മതിയല്ലോ. ഇത് ഇങ്ങനെയുള്ള നമുക്ക് ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കാതെയും ഇടേണ്ട സമയത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും ഭയങ്കര ഉപകാരമല്ലേ. അപ്പോൾ ഞാനിതിങ്ങനെ എല്ലാതും തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലുള്ളതൊന്നും തുടക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലിയ പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റമദാനൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമ്മൾ ടയേർഡായിരിക്കുമല്ലേ, നോമ്പൊക്കെ എടുത്തിട്ട് ക്ഷീണം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ചെയ്യുമ്പോൾ ഈസി പണിയാണെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് ഇത് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കുക്കിംഗ് മാത്രം നോക്കിയാൽ മതിയല്ലോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ഏകദേശം 4 മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കാറുണ്ട്. അന്നേരം കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെ പീൽ ചെയ്യലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമയം വെറുതെ പോകുന്നുണ്ട്. ഈ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് 3:30ക്ക് എഴുന്നേറ്റാലാവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു അരമണിക്കൂർ പീൽ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുറേ സമയം സ്പെൻഡായി പോകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് മുമ്പ് തന്നെ. അപ്പോൾ ഇതിപ്പോൾ റമദാനായിട്ട് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഞാനിങ്ങനെ ഒരു ബോക്സിലാണ് വെക്കുന്നത്. സിപ്ലോക്ക് ബാഗിലായാലും കുഴപ്പമില്ല. സിപ്ലോക്ക് ബാഗിലാകുമ്പോൾ കുറച്ചും കൂടെ കുഴപ്പമില്ല, അതായത് ടിഷ്യൂ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ ഇങ്ങനെ ഇത് ബോക്സ് ഞാൻ വാങ്ങിയത് അൻസാർ ഗാലറിയിൽ നിന്നാണ് കേട്ടോ. ഇത് ടെമുവിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും ഉണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിലിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ ഒരു 4 കമ്പാർട്ട്മെൻറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിലിങ്ങനെ വെള്ളം ഈർപ്പം വരുമല്ലോ നമ്മളിങ്ങനെ അടച്ച് വെക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഈർപ്പം അടിയിൽ കൂടെ വരുന്നത് ഈ ഒരു ടിഷ്യൂവിൽ അധികമൊന്നും വരില്ല, എന്നാലും ടിഷ്യൂലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം നമുക്കൊരു മാസത്തോളം ഇത് കേട് വരാതിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ബോക്സിലിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പച്ചമുളകാണ് ഇതിൽ കഴുകിയെടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ അടുത്ത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി വാങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ 4 കമ്പാർട്ട്മെൻറ്റിലും ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ടിഷ്യൂ കൂടി വെച്ച് കൊടുക്കണം കേട്ടോ.
അതായത് ഈ ഒരു ഈർപ്പം വരുമ്പോൾ ഒരുപാട് വരില്ല, കുറച്ചേ വരുള്ളൂ. അപ്പോൾ ഇത് വരുന്നത് ആ ഒരു ടിഷ്യൂമേൽ ആദ്യമേ ആ ഒരു ടിഷ്യൂമേലായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് കുറച്ച് സമയത്തേക്ക് വെയിലത്ത് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ ഇതിലെ വെള്ളങ്ങളൊക്കെ തുടച്ച് കളഞ്ഞ് വെച്ചാലും ചിലപ്പോൾ വെള്ളം ഇരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊന്ന് വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വെള്ളം പോകും. ഒരുപാട് സമയമൊന്നും വെയിലത്ത് വെക്കരുത് കേട്ടോ. ഒരു 15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ടിഷ്യൂ ഒക്കെ ഇട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇൻ കേസ് ഇതിൽ വെള്ളം ഇരിക്കുന്നുണ്ടെന്നൊരു സംശയം വരികയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ്, ഒരുപാട് വെക്കരുത്. ഇപ്പോൾ ഇവൻ നമ്മൾ നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ ഇതുപോലെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കുന്നതൊക്കെ, അതായത് പൂപ്പിൽ വരുന്നതൊക്കെ തടയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കസിൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ വെയിലത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ വീണ്ടും ടിഷ്യൂ വെക്കുന്നുണ്ട്. ഈർപ്പം വരുന്നത് ഒരുപാടൊന്നും വരില്ല, കുറച്ച് വരുന്നത് ഒരു ടിഷ്യൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റമദാനൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ പണികളൊക്കെ റമദാനായാലും ബാക്കിയുള്ള സമയത്തായാലും ഈസി ആയിട്ട് തോന്നുമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരണ്ട കേട്ടോ.